ആഴക്കടൽ മത്സ്യസമ്പത്തിന്റെ വിനിയോഗത്തിനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനുമായാണ് ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സ്റ്റേ ഫിഷിംഗ് രീതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും മത്സ്യബന്ധന രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും കടൽ സുരക്ഷാ ഉപകരണങ്ങളും നൽകുന്നതുമാണ് പദ്ധതി. മത്സ്യം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഉപകരണങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകും. സംസ്ഥാനത്തെ 400ഓളം പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തുക. ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തീരദേശ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മലബാർ മേഖലയിൽ കൂടി വ്യാപിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു. തീരദേശ വികസന കോർപ്പറേഷന്റെ റീജിയണൽ ഓഫീസ് ഇപ്പോൾ കൊച്ചിയിലും ആരംഭിച്ചു. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അത് ഫർണിഷ് ചെയ്യേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. സ്ഥലം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. അത് മെയിൻ്റനൻസ് പൂർത്തിയാകുന്ന നമ്മൾക്ക് തീരദേശ വികസന കോർപ്പറേഷന്റെ റീജിയണൽ ഓഫീസ് കോഴിക്കോട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ തീരദേശ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ മലബാർ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുകയാണ്. കേന്ദ്രവുമായി സഹകരിച്ച് 3000 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് മത്സ്യബന്ധന മേഖലയിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 3 വർഷത്തിനകം തീരദേശ മേഖലയിൽ 8000ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു. AK ശശീന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K അമ്പാടി പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു. കടലിലേക്ക് പോവുകയും അതുപോലെ തന്നെ അവിടെ നിലനിന്ന് സ്നേ ഫിഷിംഗിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇൻസുലേറ്റഡ് ബോക്സ്, അവർക്ക് നാവിഗേഷൻ സഹായിക്കുന്ന GPS സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കൃത്രിമ ചൂണ്ട, കൃത്രിമമായിട്ടുള്ള ഇര, ക്യാൻവാസ് ഷെയ്ഡ്, അതുപോലെ ഇതുപോലനുബന്ധിച്ച് ഏകദേശം 40,000ഓളം വരുന്ന ഒരു കിറ്റാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയായിട്ട് പോകുന്ന ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്. ഏകദേശം 400ഓളം വള്ളങ്ങൾക്ക് ഇത് നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും വിധമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 1 മാസത്തിനകം പദ്ധതി പ്രകാരം 400 പേർക്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കും. സുശാന്ത്, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.